നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതോടുകൂടി റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ സൗഹൃദം ഇന്ത്യക്ക് വലിയ ഭീഷണിയായി മാറാനുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കെ പാകിസ്ഥാനെ കാത്തിരിക്കാതെ തന്നെ കടന്നാക്രമിക്കാൻ മോദി തയ്യാറായി കഴിഞ്ഞു. ഭാരതത്തിന്റെ തലയ്ക്ക് മുകളിൽ പാകിസ്ഥാന്റെയും റഷ്യയുടെയും കൂട്ടുകെട്ടിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിന് മുൻപ് പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇനി ഇന്ത്യയുടെ ശ്രമം. സിന്ധു നദീ ജല കരാറിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെ പാകിസ്ഥാന് കടുത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ വീണ്ടും തയ്യാറെടുക്കുകയാണ്. സിന്ധുവിന്റെ പ്രധാന പോഷക നദിയായ ചെനാബിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ ഉധംപൂർ, റംബാൻ ജില്ലകളിലാണ് 5129 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സാവൽകോട്ട് പദ്ധതി വിഭാവനം ചെയ്തു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു ശേഷം നരേന്ദ്രമോദി സർക്കാർ പച്ചക്കൊടി കാട്ടുന്ന ആദ്യത്തെ മെഗാ പദ്ധതിയാണിതെന്നാണ് റിപ്പോർട്ട്. സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിൻവാങ്ങൽ ഒരു ഭരണപരമായ തീരുമാനം മാത്രമല്ല, ദേശീയ സുരക്ഷയും ഭാവി വികസനവും മുൻനിർത്തിയുള്ള ദീർഘകാല തന്ത്രപരമായ നീക്കവുമാണ്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സ്വീകരിച്ച ശത്രുതാപരമായ നിലപാടുകൾ, ഭീകരവാദ പിന്തുണ മുതൽ അന്താരാഷ്ട്ര വേദികളിലെ കള്ളപ്രചരണങ്ങൾ വരെ എല്ലാം ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലമാണ്. ഇത്തരത്തിൽ സിന്ധുവിന്റെ പ്രധാന പോഷക നദിയായ ചെനാബിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതിയായ സാവൽകോട്ട് ഇന്ത്യ ആരംഭിക്കുന്നത് ഒരു ശക്തമായ രാഷ്ട്രീയ മുന്നൊരുക്കമാണ് എന്ന് വേണം പറയാൻ. ഇത് വെറും വൈദ്യുതോൽപാദന പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ സ്വതന്ത്ര വികസനാവകാശത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. സ്വന്തം വിഭവങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ ഇനി ഒരുവിധ കരാറുകൾക്കും തടയാനാകില്ല എന്ന ഉറച്ച നിലപാടാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. പാകിസ്ഥാൻ ഈ നീക്കത്തെ തിരിച്ചടിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം വേറെയാണ്. വർഷങ്ങളായി ഇന്ത്യ സിന്ധു നദീ ജല കരാർ കൃത്യമായി പാലിച്ചുവെങ്കിലും തുടർച്ചയായി ഇന്ത്യയെ കടന്നാക്രമിച്ചതിന്റെ ഒടുക്കം പഹൽഗാമിൽ സാധാരണക്കാരായ നിരപരാധികളെ കൊന്നൊടുക്കിയതോടെ ഇന്ത്യ ആദ്യം പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് കരാറിൽ നിന്ന് പിന്മാറി. എന്നാൽ പാകിസ്ഥാൻ അതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുറച്ചു കാലമായി. അതേസമയം ഇന്ത്യയുടെ ആഭ്യന്തര വികസന പദ്ധതികളെ തടസ്സപ്പെടുത്താൻ അവർ നടത്തിയ നീക്കങ്ങൾ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഇത്തരത്തിൽ കരാർ റദ്ദാക്കി സ്വന്തം വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. റഷ്യയെ പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനികൾക്ക് രാഷ്ട്രീയമോ നയതന്ത്രമോ പിന്തുണ നൽകിയാലും ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ല എന്നത് ഇവിടെ വ്യക്തമാണ്. ഇന്ത്യയുടെ വിദേശ നയം ഇന്ന് ഒരൊറ്റ രാജ്യത്തിന്റെ സ്വാധീനത്തിനും വിധേയമല്ല. ബഹുധ്രുവ ലോകക്രമത്തിൽ ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ചരിത്രപരമായതും ബഹുമുഖവുമാണെങ്കിലും അത് പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയെ വിട്ടുവീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമല്ല. ഇന്ത്യക്ക് സ്വന്തം ദേശീയ സുരക്ഷയും ആഭ്യന്തര വികസനവുമാണ് പ്രഥമ പരിഗണന. സാവൽകോട്ട് പദ്ധതി ജമ്മു കാശ്മീരിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ, ഊർജ്ജ സ്വയം പര്യാപ്തത, പ്രാദേശിക വികസനം ഇവയെല്ലാം ഈ പദ്ധതിയുടെ നേരിട്ടുള്ള നേട്ടങ്ങളാണ്. അതിനൊപ്പം അതിർത്തി സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭരണ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കും. ഇത് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന കശ്മീർ അസ്ഥിരമാണെന്ന വാദത്തോട് ശക്തമായ മറുപടി കൂടിയാണ്. ഇന്ത്യയുടെ സന്ദേശം വ്യക്തമാണ്. ഭീഷണികൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാൻ ഇനി രാജ്യം തയ്യാറല്ല. സിന്ധു നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റവും ചെനാബിലെ സാവൽകോട്ട് പോലുള്ള മെഗാ പദ്ധതികളുടെ തുടക്കവും ഇന്ത്യയുടെ പുതുക്കിയ ശക്തമായ നയത്തിന്റെ പ്രഖ്യാപനമാണ്. പാകിസ്ഥാൻ എത്രയേറെ കൂട്ടാളികളെ തേടിയാലും ഇന്ത്യ സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കും, ദേശീയ താൽപര്യങ്ങൾക്കും ജനങ്ങളുടെ ഭാവിക്കും വേണ്ടി.